അഹങ്കാരവും സ്വജനപക്ഷപാതവും അഴിമതിയും ആ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവമായി മാറി എന്നുള്ളതാണ് വസ്തുത. പിണറായിയെപ്പോലുള്ള ഒരാൾ ഭരിച്ചിട്ട് അത്രയേ സംഭവിച്ചുള്ളൂ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻ്റണി ജീവിതത്തിൽ ആദ്യമായി എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് വാചകം കൂടി പറഞ്ഞു, ഐ ബെഗ് ടു ഡിഫർ എന്ന്. അങ്ങ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചതാണ്. അപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദമൊക്കെ അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇന്നലെ തന്നെ തൃശ്ശൂരിൽ 25 കോടി കള്ളപ്പണം എന്നൊക്കെ ഓഫീസ് സെക്രട്ടറി പറയുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഈ 3 തെരഞ്ഞെടുപ്പിലും പണം ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. എത്ര രൂപ പാർട്ടി തന്നുവെന്നോ എങ്ങനെ ചെലവാക്കിയെന്നോ എനിക്കറിയില്ല. ഞാനത് അന്വേഷിക്കാറില്ല. ഞാൻ തെരഞ്ഞെടുപ്പിന് പോയി മത്സരിച്ച് അവിടെ താമസിക്കുന്ന സമയത്തും പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അത് ശരി. അപ്പോൾ BJPയുടെ കേന്ദ്ര ഫണ്ട് വരുന്നുണ്ട്, അത് ഞാൻ അന്വേഷിക്കാറില്ല, ഞാനത് ചോദിക്കാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അതായത് എത്ര പോസ്റ്റർ അടിച്ചെന്നോ എവിടെയൊക്കെ ഒട്ടിച്ചെന്നോ ഒന്നും ഞാൻ ചോദിക്കാറില്ല. അവർ തരുന്ന കണക്ക് ഞാനത് അംഗീകരിച്ചു കൊടുക്കും. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള ഒരു വിഭാഗീയത വരുന്നത് നമുക്ക് കണക്കാക്കിക്കൂടെ? കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വിഭാഗീയത ഒന്നുമില്ല. മുൻ പ്രസിഡന്റൊന്നും നിശബ്ദരാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ഇതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ആ ചുമതലകളെ ഏൽപ്പിച്ചവർ അവരുടെ ചുമതല ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്കൊരു ചുമതലയും ഇല്ല. ഞാൻ ഇത് എന്താ പറയുക, വകുപ്പില്ലാ മന്ത്രിയാണ്. അപ്പോൾ അത് കാരണം എനിക്കൊരു ചുമതലയുമില്ല. അതെനിക്കൊരു സൗകര്യമാണ്. കാരണം എനിക്ക് എഴുത്തും വായനയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും, സമയം കിട്ടും സാറിന് ഒരുപാട്. ഞാൻ ഇപ്പോൾ ഈ അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് പ്രൊഫസറായിട്ട് ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങേ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. കാരണം സാധാരണ ഈ അധ്യാപകരും അങ്ങനെയുള്ള കോളേജ് അധ്യാപകരും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇടതുപക്ഷ ചായ്വായിരിക്കും, പ്രത്യേകിച്ച് എഴുത്തുകാർക്കും വായനക്കാർക്കും ഈ എഴുത്തുകാർക്കും ഒക്കെ. അപ്പോൾ അങ്ങ് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ? എനിക്ക് ഇത് കമ്മ്യൂണിസം മനുഷ്യവംശത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്ന ഒരു തത്വശാസ്ത്രമാണെന്ന് എനിക്ക് ബോധ്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, മനുഷ്യർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനുള്ള ഏക മാർഗം ഒരുവൻ മറ്റൊരുവന് ഒന്നുകിൽ കൊല്ലണം അല്ലെങ്കിൽ തോൽപ്പിക്കണം എന്ന് പറയുന്ന ഈ വിശ്വാസം മനുഷ്യവംശത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ വിശ്വാസം ഏതെങ്കിലും തരത്തിലുള്ളൊരു നന്മ ഈ പ്രപഞ്ചത്തിൽ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനോട് വിയോജിപ്പാണുള്ളത്. അത് തത്വശാസ്ത്രത്തോടുള്ള വിയോജിപ്പാണ്, അതിനകത്തുള്ള വ്യക്തികളോടുള്ളതല്ല. അല്ല, ഈ തത്വശാസ്ത്രത്തെയാണല്ലോ അവർ പിന്തുടർന്നുകൊണ്ട് വരുന്നത്. അങ്ങനെ നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ, കാരണം ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണെങ്കിലും മറ്റേ ഒരു പാതി കമ്മ്യൂണിസ്റ്റാണ് പലരും. കാരണം ദൈവത്തിലും ഇതിലൊക്കെ വിശ്വസിക്കുകയും സൗകര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആകുകയും ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് അങ്ങ് ഒരു കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ BJPയിലേക്ക് വരാനുള്ളൊരു കാരണം? അത് പെട്ടെന്ന് വന്നതല്ല. ഒന്ന്, ഈ കോൺഗ്രസ്സിന് വളരെ കനത്തൊരു പരാജയം വന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളെയും കണ്ടിരുന്നു. AK ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ, PT തോമസ്, ഇങ്ങനെ KC ജോസഫ്, ഇങ്ങനെ ഒരുപാട് എല്ലാവരോട്ട് എനിക്ക് പരിചയം അടുപ്പമുള്ളവരോട് സംസാരിച്ചിരുന്നു. അതിൽ AK ആൻ്റണിയുമായിട്ട് ഈ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ ഏതാണ്ട് 48 മിനിറ്റും 56 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സുദീർഘമായൊരു സംഭാഷണം ഉണ്ടായിരുന്നു. സ്വകാര്യ സംഭാഷണം അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നുണ്ട്. സ്വകാര്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ വെച്ചുകൊണ്ട് ഈ പാർട്ടി രക്ഷപ്പെടില്ല, ഈ പാർട്ടി കൊണ്ടു നടക്കാൻ പറ്റില്ല, അയാൾ ഈ പാർട്ടി നശിപ്പിക്കും. കാരണം അയാൾക്ക് അതിന് വിശാലമായൊരു കാഴ്ചപ്പാടില്ല. കോൺഗ്രസിൻ്റെ സംസ്കാരം അയാളുടെ ജീവിതത്തിൻ്റെ രീതിയായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വെച്ചുകൊണ്ട് പറ്റില്ല, അതുകൊണ്ട് അയാളെ മാറ്റണം, അല്ലെങ്കിൽ മാറ്റുന്നൊരു സമീപനം വേണം എന്ന് പറഞ്ഞു. ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മഹാഭൂരിപക്ഷം പേരും ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് ഭംഗ്യന്തരേണ സമ്മതിക്കുകയും
എന്നാൽ ആ പാർട്ടിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും വേണം എന്ന് പറഞ്ഞു. ആൻ്റണി ജീവിതത്തിൽ ആദ്യമായി എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് വാചകം കൂടി പറഞ്ഞു, ഐ ബെഗ് ടു ഡിഫർ എന്ന്. അപ്പോൾ ഇവരിതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, മനസാക്ഷി അനുവദിക്കില്ല. അല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഇതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലൊരു സർവ്വസമന്വയ വാദമുണ്ടായിരുന്നു. ആ സിദ്ധാന്തമായിരുന്നു കോൺഗ്രസിൻ്റെ ശക്തി. അതിനെ മാറ്റിക്കളഞ്ഞു. അതിനെ മാറ്റിക്കളഞ്ഞതാണ് കോൺഗ്രസിൻ്റെ ദോഷം. ഒരുപക്ഷെ ഈ രാഹുൽ ഗാന്ധി ആ സ്ഥാനത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിനെ നയിക്കാൻ ഇന്ത്യയിൽ പ്രാപ്തരായ മറ്റൊരാളെ അങ്ങേക്ക് നിർദ്ദേശിക്കാം. എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു അന്ന്? എത്ര പേരുണ്ടായിരുന്നു? എത്ര പേര്? മാധവറാവു സിന്ധ്യയുടെ മകനടക്കം ഉണ്ടായിരുന്നില്ലേ? പക്ഷേ ഈ കണക്കിന് പോയാൽ ഞാൻ പെട്ടെന്നൊരാളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. എന്തായാലും കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഒരു മൃഗീയ ഭൂരിപക്ഷം നേടി കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. കേരളത്തിൽ അധികാരത്തിൽ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ല മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞത്. അല്ല, അത് ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരമാണെന്നുള്ള കാരണം പിണറായിയെ പോലുള്ള ഒരാൾ ഭരിച്ചിട്ട് അത്രയേ സംഭവിച്ചുള്ളൂ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാൽ പിണറായിയുടെ ഭരണകാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം, രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, സർക്കാർ വിദ്യാലയങ്ങൾക്ക് പുനരുജ്ജീവനമുണ്ടായി. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറി, അവിടെ നല്ല റിസൾട്ട് ഉണ്ടായി, കുട്ടികൾ കൂടുതൽ ചേർന്ന് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ഒരുപാട് കുട്ടികൾ വന്നു. അതൊരു വലിയ നേട്ടമാണ് ഞാൻ കാണുന്നത്. കാരണം ഏറ്റവും സാധാരണക്കാരനാണല്ലോ അതിൻ്റെ നേട്ടം ഗുണഭോക്താവ്. രണ്ടാമത് സംഗതി എന്ന് വെച്ചാൽ ആരോഗ്യരംഗത്ത് നമ്മുടെ ഈ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ സ്വഭാവം മാറി. നിങ്ങളിപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി പോയി നോക്കുക. എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ വേറൊരു കാര്യം, കറണ്ട് കട്ടുണ്ടായിരുന്നില്ല. അത് ശരിയാണ്, സമ്മതിക്കുന്നു. പിന്നെ കുടിവെള്ളം മിക്കവാറും സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഈ ബേസിക്സ്. പക്ഷേ ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന വിധത്തിൽ അഹങ്കാരവും സ്വജനപക്ഷപാതവും അഴിമതിയും ആ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവമായി മാറി എന്നുള്ളതാണ് വസ്തുത. അല്ല സാർ, അങ്ങ് പറഞ്ഞതിൽ എനിക്കൊരു വിരുദ്ധാഭിപ്രായമുള്ളത്, ആരോഗ്യരംഗത്ത് അങ്ങ് പറഞ്ഞു ഒരുപാട് മാറ്റം വന്നു. ആരോഗ്യരംഗത്ത് അതിന് മുൻപുണ്ടായിരുന്ന ആശുപത്രി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലീൻലിനെസ് ഒന്നാമത്തെ കാര്യം അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി വന്നിരുന്നുള്ളതല്ല, അതുണ്ട്. അതുപോലെ അതുകൊണ്ട് ആരോഗ്യരംഗത്ത്, പക്ഷേ ആരോഗ്യരംഗത്ത് ഇതൊക്കെ ഉണ്ടായെങ്കിലും ആ മന്ത്രിയുടെ പെരുമാറ്റം കൊണ്ട് ഇതെല്ലാം മുങ്ങിപ്പോയി എന്നുള്ളതാണ്. അല്ല, ഞാൻ അത് പറയാൻ കാരണം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും ആരോഗ്യമേഖലയിൽ സംഭവിച്ചു എന്നുള്ളതാണ്, പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അല്ല, അങ്ങനെയല്ല. അന്ന് ഈ ഒരുപാട് രോഗങ്ങൾ വന്ന്, ഒരുപാട് പ്രതിസന്ധികൾ വന്ന്, ആ രോഗങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. അതൊരു വസ്തുതയാണ്. പക്ഷെ അതിൻ്റെ അഹങ്കാരം കൂടി. ഒരു രാവണ സ്വഭാവത്തിലേക്ക് അദ്ദേഹം എത്തി. അതെ. കാരണം എനിക്കെതിരെ ആരുണ്ടാ എന്നോട് ചോദിക്കാൻ. ഐ ആം ദ സ്റ്റേറ്റ്, മൈ വിൽ ഈസ് ദ ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതാണ് ആ പരാജയത്തിന് കാരണം. അതാണ് ആ പരാജയത്തിന്. ഇപ്പോൾ പിന്നെ ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസം വന്നാൽ അങ്ങനെ സംഭവിക്കൂ. കമ്മ്യൂണിസത്തിൻ്റെ അകത്ത് ഒരു ഏകാധിപതി ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ് ഇവർ പറയുന്നത്. കേന്ദ്രീകൃത ജനാധിപത്യം. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയിലാണ് ആധിപത്യം. അധികാരം പാർട്ടിക്കുള്ളതാണ്, ആധിപത്യവും പാർട്ടിക്കുള്ളതാണ്. പാർട്ടി അതുകൊണ്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനം ആത്യന്തികമായിട്ട് ശരിയാണ്. അതാണ് അവരുടെ വിശ്വാസം. ആ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയാണ്. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം പാർട്ടി സെക്രട്ടറിയുടെ സമഗ്രാധിപത്യം സ്വാഭാവികമായി വന്നു ചേരുന്നത്. അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു രീതിയാണ്. അതിൻ്റെ DNA-യിൽ അതുണ്ട്. അപ്പോൾ ആ ഒരു പ്രവണതയല്ലേ ഈ പാർട്ടി തകരാൻ തന്നെ കാരണം? എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും. അതെ, അതുകൊണ്ട് തന്നെ തകർന്നു പോകുന്നത്. ഇവിടെയും തകർന്നു.
ഇവിടെയും തകർന്നു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ബാക്കിയില്ല. അപ്പോൾ ആ തകർച്ചയുടെ സന്ദർഭത്തിൽ കോൺഗ്രസ് വന്നു എന്നല്ലാതെ കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കോ കോൺഗ്രസിൻ്റെ ഇതിനോ കിട്ടിയ ഒരു ആദരവോ അംഗീകാരമോ ആയിട്ട് ഈ വിജയത്തെ ഞാൻ കാണുന്നില്ല. ഈ പിണറായി വിജയനിൽ നിന്ന് വി.ഡി. സതീശനിലേക്ക് ചെറിയ ദൂരമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? അല്ല, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ആയി കണ്ടുപിടിങ്ങി. കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അവരുടെ പാർട്ടിക്കാർ തന്നെ പറയണ എല്ലാവരും ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്നാണ്. ജനാധിപത്യത്തിൽ ഒറ്റയ്ക്കൊരു തീരുമാനമില്ല, എല്ലാവർക്കും കൂടി എല്ലാവരുടെ അഭിപ്രായം കൂട്ടായ തീരുമാനമൊന്നും, എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം, അവർക്ക് പറയാനുള്ളതും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ തീരുമാനത്തിലെത്താൻ. അതില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന കാര്യം. 2 മാസമായിട്ടുള്ള 2 മാസം കൊണ്ട് ഇത്രയും അൺപോപ്പുലറായ ഒരു ഗവൺമെൻറ്റും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായില്ല. അത് അവിടെയാണ് എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നുന്നത്, എത്ര പെട്ടെന്ന് ഒരാൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ്. അല്ല, ഇനി കൂടുതൽ മാറിക്കൊണ്ടിരിക്കും. അത് കോൺഗ്രസിനെ കൂടുതൽ തകർച്ചയിലേക്കല്ലേ, അതായത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വളരെ പെട്ടെന്ന് അൺപോപ്പുലറാക്കും, അതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങ് PSC ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഒരു ആണ്. അപ്പോൾ ഇപ്പോഴത്തെ PSCയുടെ വിവാദങ്ങളൊക്കെ അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഇത്രയും വലിയ അഴിമതികൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രമക്കേടുകളൊക്കെ നടക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഈ പഠിച്ച് പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അവർക്ക് എങ്ങനെ അവർക്ക് നീതി പുലർത്താൻ കഴിയും? ഭരണകൂടം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു. ഞാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ജോലി കിട്ടിയ ഒരാളാണ്. ഒരു PSC ടെസ്റ്റ് എഴുതി ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അന്നും ഇന്നും. കാരണം ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലൊക്കെ ജോലിക്ക് കയറുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും ബിടെക്കുകാരാണ്. ഞാനിരിക്കുന്ന കാലം മുതൽ ബിടെക്കുകാരാണ് കയറുന്നത്. കാരണം അത്ര ടഫാണ് അതിൻ്റെ പരീക്ഷ മത്സരം. അത് വളരെ കൃത്യമായിട്ട് വളരെ സുശക്തമായ ഒരു പരീക്ഷാ നടത്തിപ്പ് സംവിധാനം അതിനകത്തുണ്ട്. ആ സംവിധാനത്തിൽ എവിടെയോ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടല്ലേ? എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം ഈ രാഷ്ട്രീയക്കാർക്ക് അതിനകത്ത് സത്യത്തിൽ സ്ഥാനമില്ല, മുഖ്യമന്ത്രിക്കൊന്നും ഒരു സ്ഥാനമില്ല അതിനകത്ത്. അല്ലെങ്കിലും ഇടപെടലില്ലെന്ന് പറയാൻ കഴിയുമോ? ഇല്ലാന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് ഒരു മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടില്ല. അല്ല, അന്നത്തെ കാലമല്ലേ പിന്നീട് വന്നത്? അല്ല, പിന്നീട് വന്നതെന്ന് വെച്ചാൽ അത് ചെയർമാൻ്റെ കുഴപ്പമാണ്. ചെയർമാനാണ് അത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത. ഏതൊക്കെ വിധത്തിൽ അതിനെ ന്യായീകരിച്ചാലും ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഈ ഇന്നത്തെ ഉദ്യോഗത്തിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. പബ്ലിക് സർവീസ് കമ്മീഷന് ആ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം നിരാകരിക്കാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ പേരിൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അത്ര അബ്സല്യൂട്ട് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഭരണഘടന. അപ്പം അത് ഉപയോഗിക്കാൻ മടിക്കണം? അതാണ് എൻ്റെ ചോദ്യം. വേറെ ഒരിടത്തും ഇല്ല അത്. അപ്പോൾ അതിൽ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും സെക്രട്ടറിയും കൺട്രോളറുമാണ് അതിന് മറുപടി പറയേണ്ടത്. അതുപോലെ തന്നെ ഈ PSC അംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണെന്നാണ് ഞാനൊരിടത്ത് കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത്രയധികം അംഗങ്ങളും അല്ലെങ്കിൽ ഇത്രയധികം കനത്ത ഒരു ശമ്പളവും വേതനവും ഒക്കെ അവർക്ക് നൽകേണ്ടതുണ്ടോ? ശമ്പളത്തിൻ്റെ കാര്യത്തിൽ കേരള PSCയിലല്ല ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് അല്ല. കാരണം ബാക്കി പബ്ലിക് സർവീസ് കമ്മീഷനുകളിലൊക്കെ കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ സാലറിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് പിന്നെ അതിൻ്റെ അല്ല, പിന്നെ അതിവിടെ ഈ അതിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ ഒരു ഭരണഘടനാ പദവിയാണത്. അത് ചെറിയൊരു പദവിയല്ല, ഭരണഘടനാ പദവിയാണ്. ചീഫ് ജസ്റ്റിസിന് തുല്യമായ ഒരു സ്ഥാനമാണ് PSC ചെയർമാനും ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ്. ഇനി നമ്പർ എന്തുകൊണ്ട് കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേറെ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു PSCയും ഇന്ത്യയിലില്ല. പാർട്ട് ടൈം സൂപ്പർ തുടങ്ങി ഇപ്പോൾ വിവാദമായിരിക്കുന്ന മറ്റേ പ്ലാനിംഗ് ബോർഡിൻ്റെ ഡയറക്ടർ വരെയുള്ള പോസ്റ്റുകളിലേക്ക് പരീക്ഷ നടത്തുന്ന സ്ഥാപനമാണത്. പക്ഷെ അതിൻ്റെ എല്ലാം ഒരു താളം തെറ്റിയെന്ന് നമുക്കിന്ന് പറയാൻ അങ്ങനല്ല. അതിനകത്ത് ജനങ്ങൾക്ക് ഒരു അവിശ്വാസം തോന്നിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ജനങ്ങൾക്കൊരവിശ്വാസം തോന്നിയിട്ടുണ്ട്. ആ വിശ്വാസം മാറ്റിയെടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്.
ജനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനെ അവിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റി, തീർച്ചയായും അത് മാറ്റിയെടുക്കണം. അതുപോലെ അങ്ങ് നമ്മളിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്, സമരവും ഒക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സാർ അത്? കാരണം കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലുമൊക്കെ ഇതിലും യുവാക്കളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് ഇത്രയധികം അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അത് വിദ്യാർത്ഥികൾ സ്വമേധയാ ചെയ്യുന്നതാണെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അല്ല, ഒരു കാര്യമുള്ളത്, പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം നടക്കണം. സമരം എന്താണ്? നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അല്ലേ? അതെ. അവർ പരീക്ഷ ക്യാൻസൽ ചെയ്ത്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അന്വേഷണം നടത്തി അതിൽ കുറ്റവാളികളായിട്ട് ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവരെ കർശനമായിട്ട് ശിക്ഷിക്കണം. ഇതാണ് അതിൻ്റെ രീതി. എന്നിട്ട് പുതിയ പരീക്ഷ നടത്തണം, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് പരീക്ഷ ക്യാൻസൽ ചെയ്ത് പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് പുതിയ പരീക്ഷ നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് വന്ന് അതുപ്രകാരം അഡ്മിഷനും നടന്നു. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായ ആ ഇഷ്യൂ സെറ്റിൽഡാണ്, അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം വീണ്ടും പരിഹരിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് സമരം ചെയ്യുക? അല്ല, ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ അതായത് അല്ല, ഞാൻ ഇതിനൊരു ഉത്തരം കിട്ടണ്ടേ? പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. പിന്നെ എത്രയോ പ്രാവശ്യം പരീക്ഷകൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പല തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ധാരാളമായി ചോരാറുണ്ട്. SSLC പരീക്ഷ ചോർന്നിട്ടുണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ. കേരളത്തിൽ തന്നെ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യകാലത്ത് അതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ട്. ഇത് ഒന്നാമത് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു കാര്യമാണ്. PSCയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഞാൻ PSC ചെയർമാനായിട്ട് പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന് PSC ഉടനെ തന്നെ ആ പരീക്ഷ ക്യാൻസൽ ചെയ്ത് രണ്ടാമത് നടത്തുകയാണ് ചെയ്യുന്നത്. അതൊരു പരിഹാരമാണ്. അതല്ലാതെ പിന്നെ എങ്ങനെ പരിഹരിക്കുക? പിന്നെ എങ്ങനെ പരിഹരിക്കും? അതിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ പറ്റുമോ? PSCയുടെ ചോദ്യപേപ്പർ ചോർന്നു, അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇറസ്പോൺസിബിൾ ഡിമാൻഡാണ്, ചെയ്യാൻ പാടില്ല. ഈ പ്രത്യേകിച്ച് നമുക്ക് കാരണം എത്രയോ പ്രാവശ്യം പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിരിക്കുന്നു, CBSE പരീക്ഷകളുടെ ചോർന്നിരിക്കുന്നു, എൻജിനീയറിങ്ങിൻ്റെ ചോർന്നിരിക്കുന്നു. ഇതൊക്കെ ചോർച്ച സാധാരണ സംഭവിക്കാൻ പാടില്ല, പക്ഷേ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പരിഹാരം ഇതാണ്. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിന് പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ്. അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം ഇതാണ്. ആ പരിഹാരം ചെയ്തു കഴിഞ്ഞ് പരിഹരിക്കപ്പെട്ട ഒരു കാര്യത്തിന് വീണ്ടും പരിഹാരം വേണമെന്നും പണ്ട് സമരം നടത്തുന്നത് ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ സമരം നടത്തുന്ന ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ്, ഇല്ലേ? അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോഴാ പറയണ ഞങ്ങൾക്കിത് പറ്റില്ല എന്ന്. അതപ്പോൾ മറ്റെന്തോ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന കാര്യമാണ്. സാർ, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തണമെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്ക് വിദ്യാർത്ഥി സംഘടനകളുണ്ട്, യുവജന സംഘടനകളുണ്ട്. പക്ഷേ അവരൊന്നും ഇടപെടാതെ പെട്ടെന്ന് US വിദേശ രാജ്യത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അല്ല, അതിൽ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ഒരു മലയാളി വൈദികൻ ഇതിനകത്തുണ്ട്. മലയാളി വൈദികൻ? ക്രിസ്ത്യൻ വൈദികൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മുത്തേലിൽ എന്നാണ്. അദ്ദേഹം ജെസ്യൂട്ട് സഭയിലെ വൈദികനായിരുന്നു. തിരുവനന്തപുരം ലയോള കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. പൂന സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം PhDയും ബിരുദവും ഒക്കെ നേടിയിട്ടുള്ളത്. അദ്ദേഹം പേപ്പൽ സെമിനാരിയിൽ ഡി നൊബിലെ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഹൗസ് ഉണ്ട്. ആ ഹൗസിൽ താമസിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ജെസ്യൂട്ട് സഭയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതിൻ്റെ മേധാവിയാണ്. അദ്ദേഹം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സുപ്പീരിയർ ജനറലിനാണ്, അത് റോമിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത് ക്രിയേറ്റീവായ സമരമാണ്, എല്ലാ ക്രൈസ്തവ യുവാക്കളെയും ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നാണ്. എന്തിനു വേണ്ടി? എന്താണ് അദ്ദേഹത്തിന് ഇതിലുള്ള താല്പര്യം? അത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. അങ്ങ് ഇത് വ്യക്തമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? പിന്നെ കൃത്യമായിട്ട് വേറൊരാളുണ്ട്, അംബ്രോസ് പിച്ചായി മുത്തു.
അംബ്രോസ് പിച്ചായി മുത്തു, തമിഴ്നാട് സ്വദേശിയാണ്, വെല്ലൂർ ബിഷപ്പാണ്. അത് ശരി. അദ്ദേഹം എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപ്പക്കാർ, ക്രൈസ്തവ യുവാക്കളും യുവതികളും ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെന്തിനാവശ്യപ്പെടുന്നു? ഇവർക്ക് എന്താണ് താല്പര്യം? ഇതിൽ മാത്രം എന്തുകൊണ്ട് താല്പര്യം? ഈ രണ്ടുപേരും, ഈ ജോർജ് മുത്തോലിലും നമ്മുടെ പാലക്കാരൻ, ഞാൻ പറഞ്ഞില്ലേ വെമ്പള്ളി സ്വദേശിയാണ്. അവിടെ കാളികാവ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, കാളികാവ് പള്ളി. വെമ്പള്ളിയിലെ കാളികാവ് പള്ളിയിലെ ഇടവകക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം പക്ഷേ മറ്റേ ഇവിടെ വന്നില്ലേ, പഹൽഗാമിൽ മതം നോക്കി ഇത്രയും പേരെ വെടിവെച്ച് വന്നപ്പോൾ ഈ പറഞ്ഞ ജോർജ് മുത്തോലിലും പിന്നെ അംബ്രോസ് പിച്ചായി മുത്തും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരൊറ്റ സിനിമാക്കാരനും വേണ്ടിയിട്ടില്ല. ഒരു സിനിമാക്കാരന് അവർക്ക് വേണ്ടി ഒരു മെഴുതിരി കത്തിച്ചിട്ടില്ല. ഇപ്പം എന്താ ഇവരെല്ലാം കൂടി ഇറങ്ങിയിരിക്കുന്നത്? അല്ല, അവിടെയാണ് സാധാരണ നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രതികരിക്കാത്ത സിനിമാക്കാർ. അതിൽ ഇവർ പ്രതികരിക്കാറില്ല, ഇവരൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരില്ലെന്നുള്ള, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയായിരിക്കും പ്രവർത്തിക്കുക? ഒന്ന്, ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്നതിൽ എതിർപ്പുള്ള അവർ, അത് അമേരിക്കയും ചൈനയുമാണ്. അവരുടെ താല്പര്യങ്ങൾ ഇതിനകത്ത് കാണും. രണ്ട്, ലോകത്തെ മുഴുവൻ ഇസ്ലാം മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി തീരണമെന്നും അതിനുവേണ്ടി ജിഹാദ് നടത്തണമെന്നും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ, അവരുടെ താല്പര്യം ഇതിനകത്തുണ്ട്. ലോകത്തെ ക്രൈസ്തവവൽക്കരിക്കണം എന്ന് ഇറങ്ങിയിരിക്കുന്ന ഇവാഞ്ചലിക്കൽ സൊസൈറ്റികളുണ്ട്, അമേരിക്കൻ ബേസിൽ പണവും വാങ്ങിച്ചുകൊണ്ട്. അതാണ് ഞാൻ ഈ ജോർജ് മുത്തേലിൻ്റെയും അംബ്രോസ് പിച്ചായി മുത്തുവിൻ്റെയൊക്കെ കാര്യം എടുത്ത് സൂചിപ്പിച്ചത്. അവരുടെ താല്പര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. മൂന്നാമത്തെ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ തീവ്രവാദത്തിൽ വിശ്വസിക്കുന്ന മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളുടെയും താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കുള്ള പൊതു സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞവരെല്ലാം ഇന്ത്യക്കെതിരാണ് എന്നുള്ളതാണ്. അതെ, ആ ഇന്ത്യയെ എതിർക്കുന്ന ശക്തികളുടെ സാമ്പത്തിക സഹായം ഈ സമരത്തിനുണ്ട്. അല്ലെങ്കിൽ ഈ സമരം അങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും? നിങ്ങൾക്ക് അറിയാമോ, 100 പേരെ വെച്ച് ഒരു സമരം നടത്തണം എന്ന് വെക്കുക, നിസ്സാരമാണല്ലോ. ഒരു താലൂക്ക് ഓഫീസ് മാർച്ച്, എറണാകുളം ജില്ലയിലാണെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച്, 100 പേരെ വെച്ച് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ മിനിമം വേണ്ടി വരും, ചിലവ് വരും. പിന്നെ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എൻ്റെ കേസിൽ വരുന്ന ചിലവല്ല, ഞാൻ അന്നത്തെ ചിലവ്. കാരണം ഇവരെ ഓർഗനൈസ് ചെയ്ത് ഇവരെടുക്കണ്ടേ, ഇവർക്ക് വരണ്ടേ, ഇവർക്ക് വാഹനം വേണ്ടേ, വാഹനത്തിൻ്റെ ചിലവ് വേണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ, വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഇത്രയും കൊടുക്കണ്ട, 1 ലക്ഷം രൂപ ചിലവ് വരും. ഇതിൻ്റെ ബാക്കി മൈക്ക് കുന്തം കുറച്ചക്കറൊക്കെ കൂടി വരുമ്പോഴും. അപ്പോൾ ഇവർ അവകാശപ്പെടുന്ന രീതിയിൽ 30,000 പേരെന്നുള്ളൊരു 10,000 പേര് വന്നിട്ടുണ്ട്. ഈ 10,000 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നല്ല ബിരിയാണിയൊക്കെ തിന്നിട്ടാണ് അവിടെ ഇരുന്നേക്കുന്നത്. എത്ര രൂപ ചിലവ് വരും? ഈ പണം എവിടെ നിന്ന് കിട്ടുന്നു? ആര് നൽകുന്നു പണം? ഇവനാണെങ്കിൽ വരുമാനമൊന്നുമില്ല, അയാൾക്ക് യാതൊരു വരുമാനവും ഇല്ല. അയാളൊരു സ്റ്റുഡൻ്റാണ്, സ്റ്റുഡൻ്റാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെ, അയാൾക്ക് എന്താ വരുമാനം? എവിടെ നിന്ന് പൈസ കിട്ടുന്നു? അപ്പോൾ വിദേശ ശക്തികളിൽ നിന്ന് പണം വാങ്ങി ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സമരത്തിൻ്റെ പിന്നിലും മുന്നിലും നിൽക്കുന്നത്. ഒരുപക്ഷെ BJP സർക്കാർ അധികാരത്തിൽ ഒരിക്കലും ഇന്ത്യയിൽ വരാതിരുന്നെങ്കിൽ, ഇപ്പോഴും UPA ഭരണമായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, സോണിയാഗാന്ധിക്ക് ഇന്ത്യയുടെ എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? ഷീസ് ആൻ ഇറ്റാലിയൻ കാത്തലിക്, ഷീസ് ആൻ ഇറ്റാലിയൻ സിറ്റിസൺ സ്റ്റിൽ. കാരണം ബൈ ബർത്ത് ഇറ്റാലിക്കാർക്ക് ആ സിറ്റിസൺഷിപ്പ് പോകില്ല അവരവിടെ പോയി കഴിഞ്ഞാലും.
അവർക്ക് ഇന്ത്യയോട് എന്ത് കമ്മിറ്റ്? അവർക്ക് ഇന്ത്യയെ അറിയില്ലല്ലോ. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സവിശേഷതകൾ ഒരു ദിവസം കൊണ്ട് ഒരാൾക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. അവരത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് മനസ്സിലാകണമെന്നില്ല. അവർക്ക് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇതിനോട്? ഈ ചോദ്യമില്ലേ? അതെ, തീർച്ചയായും. പിന്നെ അവരെ പിന്തുണക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾക്കും ക്രൈസ്തവ മതപരിവർത്തന ലോബികൾക്കുമൊക്കെ ഇന്ത്യയോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? കമ്മിറ്റ്മെൻ്റ് ഇല്ലല്ലോ. ഇന്ത്യയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അതെ. സുഭാഷ് ചന്ദ്രബോസാണ് അല്ലേ? അതെ. അപ്പോഴാണ് അത് കേട്ടു നിന്ന ജനങ്ങളാണ് ഇത് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് തിരിച്ചു വിളിച്ചത്. അതുകൊണ്ട് ആദ്യം വിളിച്ചത് മഹാത്മാഗാന്ധിക്ക് ജയ് എന്നല്ല, മഹാത്മാഗാന്ധി വിളിച്ചു കൊടുത്തത് ഭാരത് മാതാ കി ജയ് എന്നാണ്. ആ ഭാരത് മാതാ കി ജയ് എന്നൊരു മുദ്രാവാക്യം നിങ്ങൾ ഇന്ന് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു വേദിയിൽ കേൾക്കുന്നുണ്ടോ? കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിച്ചതാണ് ഏത്? ഇപ്പോൾ ഇവർ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ ഗീതമായിട്ട് എടുത്തിരിക്കുന്ന മറ്റേ വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവലിൽ എഴുതിയിട്ടുള്ളതാണ്. ആ വന്ദേ മാതരം ചൊല്ലിയാൽ ദേശീയ ബോധം ഉണർത്താൻ കഴിയും എന്ന് പറഞ്ഞ് അത് ചൊല്ലിക്കൊടുത്തത് മഹാത്മാഗാന്ധിയാണ്. ഇപ്പം അത് പാടില്ല വേണ്ടെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരാണ്. ഞാൻ പറയുന്നത് ആ കോൺഗ്രസ് ഇന്നിപ്പോൾ ഇല്ല. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഖദർ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ചിഹ്നമായിട്ട്. ഇന്നിപ്പോൾ ഖദർ ഇല്ല. അതെ, ഖദറിടുന്ന കോൺഗ്രസ്സുകാരില്ല. ഖദറിടുന്ന എന്നെ പോലുള്ളവരേ ഉള്ളൂ, പഴയ കോൺഗ്രസ്സുകാരായിരുന്നവരേ ഉള്ളൂ. വേറെ ആരും അത് ചെയ്യുന്നില്ല. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്ന് ഇല്ലാതെയായിരിക്കുന്നു. ഈ ഒരു കൊല്ലം മുമ്പാണെന്ന് HRDSൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയാണ് അത് അനൗൺസ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ ജൂറിയിൽ അംഗമായിരുന്നു. അതിൽ വീർ സവർക്കറുടെ പേരിലായിരുന്നു അവാർഡ്. എന്തായിരുന്നു സാർ അങ്ങനെ ഒരു വ്യത്യസ്തമായി വീർ സവർക്കറുടെ പേരിൽ അവാർഡ്? സവർക്കർ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞ വേറെ ആരുണ്ട്? അത് എവിടെയാണ്? ആൻഡമാനിൽ. ഇനി ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടുണ്ട്? മറാഠിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്, വലിയ ഇൻ്റലക്ച്വലാണ്, വലിയ രീതിയിൽ സാംസ്കാരികമായി സ്വാധീനം ചെലുത്തിയ ആളാണ്. ഈ ഇന്ത്യയുടെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ദേശീയ ബോധം വളർത്തിയെടുത്ത് അതിനെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു ദേശീയ നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ ഒരു അവാർഡ് കൊടുക്കേണ്ടത്? അതിനെന്താ കുഴപ്പം? മഹാത്മാഗാന്ധിയുടെ പേരിൽ കൊടുക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ എത്ര കൊടുക്കും? ജവഹർലാൽ നെഹ്റുവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഇരട്ടിയാണ് സവർക്കറുടെ. പക്ഷേ വീർ സവർക്കർ എന്നൊരു പേര് പോലും ഉച്ചരിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു അല്ല, അത് അങ്ങനെ വേണ്ട എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അന്ന് നമ്മുടെ MP ശശി തരൂരിനും അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. സമ്മതം നൽകാത്ത ഒരാൾക്കും അന്ന് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നില്ല. കൂടുതൽ എന്നോട് ചോദിക്കരുത്. അവാർഡ് പ്രഖ്യാപിച്ച എല്ലാവരുടെ സമ്മതവും വാങ്ങിയിരുന്നു. ആ സമ്മതം നൽകിയവർക്ക് മാത്രമാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. പിന്നെ അവരതിൽ നിന്ന് പിന്മാറാൻ എന്താണ് കാരണം എന്ന് അവരോട് തന്നെ ചോദിക്കണം, എൻ്റെ അടുത്ത് ചോദിക്കരുത്. അങ്ങ് ദീർഘകാലം അധ്യാപകനായിരുന്നു. വളരെ കുറച്ച് സമയം കൂടി എടുത്തോട്ടെ. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്നെ BVP ഉണ്ട്, KSU ഉണ്ട്, മറ്റ് പല ഇതുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് SFI. അവരുടെ സമര രീതികൾ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്
തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായിരുന്ന പ്രൊഫസർ വിജയലക്ഷ്മിയോട് കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു ഉദാഹരണം ഞാൻ ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് സാർ ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുണ്ടാകുന്നത്? അങ്ങ് ദീർഘകാലം അധ്യാപകനായിട്ട് ഇതുപോലെ നേരിട്ടിട്ടുണ്ടാവും പല. ഞാൻ 11 വയസ്സിലെ KSUവിൽ പണിയെടുത്ത് തുടങ്ങിയ ഒരാളാണ്. KSUക്കാരനാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നത്. അക്കാലം മുതലാണ് അന്ന് ഈ KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും തലസ്ഥാനം എറണാകുളമായിരുന്നു. അപ്പോൾ എറണാകുളത്തുള്ള ഞങ്ങൾ KSUക്കാർക്ക് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളുമായിട്ട് മറ്റ് ജില്ലകളിലുള്ളവരേക്കാൾ കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ AK ആൻ്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും പിന്നെ അതിനുശേഷം വന്ന PC ചാക്കോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വന്നേക്കുന്ന എല്ലാ KSU നേതാക്കളും ഒക്കെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആയിട്ട് വലിയ രീതിയിലാണ്. എന്തിന് നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റിൽ നിൽക്കുന്ന കടന്നപ്പള്ളി രാമേന്ദ്രൻ, മുല്ലപ്പള്ളി ഇങ്ങനെ ഇവരൊക്കെ ആയിട്ട് നല്ല ഒരു ബന്ധം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അല്ല. പക്ഷെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിക്കുക എന്നതായിരുന്നു പ്രധാനം. അതിൻ്റെ കൂടെ ഇതാകാം എന്നുള്ളതാണ്. പഠനം വിട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുകയും കൂടി ചെയ്തിരുന്നവരാണ്. അത് പരീക്ഷ എഴുതണം, ജയിക്കണം. പിന്നെ അധ്യാപകരുടെ മെക്കിട്ടുകയറ്റം ഉണ്ടായിരുന്നില്ല. അധ്യാപകരാണ്, അവർക്ക് വലിയൊരു പങ്കുണ്ട്. അത് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അവരെ ആദരിക്കുകയോ അനാദരിക്കുകയോ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല. അന്ന് ഈ എല്ലാ മറ്റേ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഭരിച്ചിരുന്നത് KSU ആണ്. കോഴിക്കോടും തിരുവനന്തപുരം 2 യൂണിവേഴ്സിറ്റി, അത് കഴിഞ്ഞ് ഗാന്ധി വന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും ഭരിച്ചിരുന്നത് KSU ആണ്. അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് SFI ആധിപത്യം വരുന്നത്. അപ്പോൾ അവരൊരു മുദ്രാവാക്യം വെച്ചു, സമരം ചെയ്യുക, പഠിക്കുക. പ്രയോറിറ്റി മാറി, സമരത്തിന് മുൻതൂക്കം കിട്ടി. ആ സമരം എന്ന് പറഞ്ഞ പിന്നെ അവരൊരു മുദ്രാവാക്യമുണ്ട്, പറയുന്നത് ആരാണ് ഓർത്തോളൂ, SFI കേട്ടോളൂ. എന്താ ഇവർ ഉദ്ദേശിക്കണം? പിന്നെ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരെ സംരക്ഷിക്കുകയും അല്ലാത്തവരെ പുലഭ്യം പറയുകയും ചെയ്യുന്ന രീതി വളർത്തിയെടുത്ത് SFIക്ക് ആധിപത്യം കിട്ടിയ എല്ലാ ക്യാമ്പസുകളും തകർന്ന് തരിപ്പണമായി, മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു നോക്കണ്ടേ? നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ കാര്യം പറഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജിലെ മാർക്സിസ്റ്റുകാരല്ലാത്തവർക്ക് പ്രവേശനമില്ലാത്ത അവസ്ഥ എത്തി. അതെ, മഹാരാജാസ് കോളേജിലും അത് തന്നെയാണ്. ഈ വിദ്യാർത്ഥികളെക്കാൾ വൃത്തികെട്ട കാര്യം അതിനകത്ത് ചെയ്തത് അധ്യാപകരാണ്. അധ്യാപകരും സഖാക്കളായിട്ട് അങ്ങോട്ട് മാറി, അനധ്യാപകരും സഖാക്കളായിട്ട് മാറി. വിപ്ലവം നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് കോളേജ് എന്ന സങ്കല്പം വന്ന് വിദ്യാർത്ഥികളിൽ പലരും, ഈ ആർഷോ ഉൾപ്പെടെയുള്ളവർ കോളേജ് ക്യാമ്പസിലൂടെ നടന്നത് ബൊളീവിയൻ കാടുകളിലൂടെ ചെഗുവേര നടന്നതിനെ അനുസ്മരിക്കുന്ന വിധത്തിലായിരുന്നു. കാരണം എല്ലാം വിപ്ലവകാരികളായിരുന്നു. അങ്ങനെ ഒരു ഫാൾസ് ഇമേജ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അവരിൽ തെറ്റിദ്ധാരണ വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് SFI. എവിടെ പോയാലും അത് തന്നെയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടാണല്ലോ വിപ്ലവം വരുന്നത്. സിവിൽ സർവീസ് കിട്ടുമ്പോൾ വിപ്ലവം തീർന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ വിപ്ലവം തീർന്നു. ഈ നമ്മുടെ കഴിവുള്ള കുട്ടികളൊക്കെ പലരും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അവരെല്ലാം ഇന്ത്യ വിട്ട് പോവുകയാണ്. ഇന്ത്യ വിട്ട് ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഈ രീതിയിൽ തകർന്നതിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടുള്ള ഗ്രൂപ്പുകളിലൊന്ന് SFIക്കാരാണ്. സംശയം വേണ്ട കാര്യത്തിൽ. ഈ വിദ്യാർത്ഥി എപ്പോൾ പരീക്ഷ നടക്കണം തീരുമാനിക്കുന്ന ആരാണ്? യൂണിവേഴ്സിറ്റി അല്ലേ, SFI അല്ലേ? അന്ന് സമരം വെക്കുന്നുണ്ട്, പരീക്ഷ നടത്തിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് പ്രിൻസിപ്പൽ എന്നുണ്ടെങ്കിൽ അവരുടെ കസേര കത്തിക്കും, അവർക്ക് ചിതയൊരുക്കും, റീത്ത് വെക്കും. ഇതൊക്കെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. ഇത് എന്താ പറയണ്ടേ, ഇത് ആഭാസത്തരമല്ലേ? അല്ല, ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? എങ്ങനെ നിയന്ത്രണം? അല്ല, നിയന്ത്രണം ഇപ്പം തന്നെ ഉണ്ട്, പക്ഷേ നിയന്ത്രണം ആരും നിയന്ത്രിക്കുന്നില്ല. അതാണ് പ്രശ്നം. കോളേജ് ക്യാമ്പസുകളിൽ ഇവരുടെ പ്രവർത്തനം നിരോധിക്കാം, പക്ഷെ അത് ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും സൗകര്യമാണതേ.
അതെ, ഈ ബി ജെ പി ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി 3 സീറ്റുകൾ ബി ജെ പി നേടി. ഇനി ബി ജെ പിയിലേക്ക് ഒരു ഭരണത്തിൻ്റെ അടുത്തേക്ക് എത്ര ദൂരം ഉണ്ടാകും അങ്ങയുടെ ഒരു കണക്കുകൂട്ടൽ? അല്ല, ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ്. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തകരുന്നു. വളർച്ചയുള്ളത് ബി ജെ പിക്കാണ്. കേരളവും അതിൽ നിന്ന് മാറിപ്പോകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് കാലതാമസം ഉണ്ടാകുമെന്നാണ്. ഇനി വേഗത്തിലായിരിക്കും. ഞങ്ങൾക്ക് അക്കൗണ്ടേ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതല്ലേ, എം പി എം എൽ എയും ആയില്ലേ, ഇനി വളരും. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. അങ്ങ് പറഞ്ഞതുപോലെ ഞാനും ഒരു കടുത്ത അയ്യപ്പ വിശ്വാസിയാണ്. ശബരിമലയിലൊന്നും ഇങ്ങനെ പതിവായി പോകുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ, അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നത് ഈ പറയുന്ന യുവതീ പ്രവേശനത്തിൻ്റെയും, ഞാനതൊരു അതിൻ്റെ മറ്റു വശങ്ങളൊന്നും എടുക്കണ്ട, പക്ഷേ ഞാനൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഞാൻ പറയുന്നത്. ശബരിമല യുവതീ പ്രവേശനം മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ളവരെ എടുത്താൽ ഇതിൽ പങ്കാളികളായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ എന്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയും? ഇപ്പോൾ രാമായണ മാസമാണല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ എഴുത്തച്ഛനെ തന്നെ പറയാം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനവൻ ചെയ്യുന്നതിൻ്റെ അത് ആ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം. അതിന് മറ്റേ ജന്മമൊന്നുമില്ല, ഈ ജന്മത്തിൽ തന്നെ വേണ്ടി വരും. അടുത്ത ജന്മത്തിലാകാം, മാറ്റിവെക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരും. അതിലെല്ലാ ഉത്തരവുമുണ്ട്. ശരി, എന്തായാലും അങ്ങ് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. നന്ദി. ഓക്കെ.